Sun-Kissed Glucose Darling Darling. നമസ്കാരം സർ. രഹസ്യ പോലീസ് എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ശ്രീ എസ്.എൻ. സ്വാമി സാറ് നമ്മളോടൊപ്പം ഉണ്ട്. അതോടൊപ്പം തന്നെ അതിലെ ക്യാരക്ടർ ചെയ്ത ശിവാനിയും നമ്മളോടൊപ്പം ഉണ്ട്. ശിവാനിയിലേക്കാണ് ഈ ചോദ്യം വരുന്നത്. സാർ അഭിപ്രായപ്പെടുകയുണ്ടായി ഇത്തരം ഒരു പാട്ട് മിസ്സാക്കിയപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ അനുഭവിച്ചത് ശിവാനി പോലുള്ള അതിനകത്ത് യങ്സ്റ്റേഴ്സ് ആണെന്ന്. എങ്ങനെ തോന്നിയാ ഇതിനകത്ത് ഈ അവസാന നിമിഷം പാട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, എക്സ്ക്ലൂഡഡ് ആണെന്നുള്ളത് അറിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത്? വിഷമം തോന്നി. അതിനകത്ത് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ശിവാനിയുടെ കൈ നിന്നിട്ട് അഭിനയിക്കുക എന്നുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്? സിനിമയിലോ? അല്ല, മീൻസ് ഈ പാട്ടിനകത്ത് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും കൊടുത്തു, അത് ആൾക്കാരിലേക്ക് ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ശിവാനി എക്സ്പെക്ട് ചെയ്തു? ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാട്ടൊക്കെ ഉണ്ടാവും, അപ്പൊ കാണണം, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കിരൺ ടിവിയിലൊക്കെ വിളിച്ച് ചോദിക്കണം, എന്റെ പാട്ടിടാൻ വേണ്ടി പറയണം, അങ്ങനെയൊക്കെ ഞാൻ എല്ലായിടത്തും പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചൊക്കെയായിരുന്നു. ഒന്നും നടന്നില്ല. ഓക്കെ. അതിനകത്ത് ഈ ഒരു കൊലപാതകി എന്നുള്ള ലെവലിലേക്ക് അത്തരം ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ആദ്യമായാണ് ഒരാള് ഒരു TV ചാനൽ ഇത് പറയുന്നത്. സത്യം, നമ്മൾ എപ്പോഴും സത്യം പറയുന്ന ചാനലാണ്, അതുകൊണ്ടാണ്. ഓക്കെ. ഇപ്പൊ ശിവാനി ഇതിനകത്ത് ഫ്രണ്ട്സ് ഒക്കെ കണ്ടിട്ട് എന്താണ് അഭിപ്രായം പറഞ്ഞത്? ഇത്രയ്ക്ക് വലിയ കയ്യിലിരിപ്പുണ്ടോന്നാണ് ചോദിച്ചത്. ഇത്രയ്ക്ക് ഉണ്ടോന്ന്? പക്ഷെ അതല്ല ശരി. കാരണം വെച്ചാല് ഏതൊരു പെണ്ണും ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ബിഹേവ് ചെയ്യുള്ളൂ. ബിക്കോസ് കാരണം ആ പടം കണ്ടാലേ അതറിയുള്ളൂ. പടം കണ്ടവർക്കറിയാം ഞാൻ വളരെ നല്ല കുട്ടിയാണെന്നും പാവം കുട്ടിയാണെന്നും. മണിക്കുട്ടിയുടെ കൂടെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സമയത്ത് മണിക്കുട്ടി തന്നെ ശിവാനി തന്നെ കുറച്ചു മുമ്പ് അഭിപ്രായപ്പെട്ടു ബാക്കിയുള്ളവർക്ക് കാര്യണോ വേണ്ടി മറ്റുള്ള ക്യാരക്ടേഴ്സ് എങ്ങനെയൊക്കെയാണ് ആ സിനിമയ്ക്കകത്ത് പോകുന്നത്. എപ്പോഴെങ്കിലും അത്തരം ക്യാരക്ടർ താങ്കൾ ചെയ്തിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ മച്ച് മോർ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം മണിക്കുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടർ അല്ല, ഞാൻ വേറൊരു ക്യാരക്ടർ ചെയ്തിരുന്നെങ്കിലും എനിക്ക് ഇത്രയും എന്താ പറയാ എക്സ്പോഷർ കിട്ടത്തില്ലായിരുന്നു. കാരണം എല്ലാവരും പടം കണ്ട് ഇറങ്ങിയവരെല്ലാരും തന്നെ ആരും മറന്നിരുന്നാലും മണിക്കുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഒരിക്കലും മറക്കത്തില്ല. സമൃദ്ധ സുനിലിനി എപ്പോഴെങ്കിലും പാറപ്പുറത്തും തള്ളിവിടുന്നു തോന്നുന്നുണ്ടോ? അസൂയ കൊണ്ട്? ഇല്ല ഇല്ല. കഴിഞ്ഞ ചിത്രം നമ്മുടെ മമ്മൂക്കേന്റെ അനിയത്തിയായിട്ടായിരുന്നു, ഇതിനകത്ത് ജയറാമേട്ടൻ അനിയത്തിയായിട്ടും. എന്ത് തോന്നുന്നു രണ്ടുപേരുടെയും ഒരു ജയറാമേട്ടൻ അനിയത്തിയായി വരാൻ കഴിഞ്ഞതിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ജയറാമേട്ടൻ്റെ ഒരുപാട് കാര്യങ്ങൾ? കാരണം ഞാൻ ചെയ്ത അണ്ണൻ തമ്പി എന്ന് പറഞ്ഞ ഫിലിമും രഹസ്യ പോലീസും രണ്ടിലും ഒരു പ്രത്യേകതയുണ്ട്, ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. ഒരിക്കലും ഇല്ല. അത് മാത്രമല്ല, ഡബിൾ ആക്ട് ആണ്. ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആരുടെ കൂടെ ആയിരുന്നു? മമ്മൂക്കേന്റെ കൂടെ ആയിരുന്നു, ജയറാമേട്ടൻ്റെ കൂടെ ആയിരുന്നു? രണ്ടുപേരുടെ കൂടെയും. കാരണം വെച്ചാല് ഫസ്റ്റ് വന്നിട്ട് മമ്മൂക്ക വന്ന്, കാരണം അദ്ദേഹം ഫസ്റ്റ് ടൈമാണ് ഞാൻ വലുതായതിനു ശേഷം ഞാൻ ആദ്യമായിട്ടാണ് പടത്തിൽ അഭിനയിക്കുന്നത്. സോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ പക്ഷേ മമ്മൂക്കയുടെ കൂടെയുള്ള സീനിൽ മമ്മൂക്ക പറഞ്ഞു, ടെൻഷനൊന്നും വേണ്ട, ഇന്ന സ്ഥലത്ത് ലുക്ക് കൊടുക്കണം, നീ ഇന്ന ഡയലോഗിന്റെ ഈ പോർഷൻ എത്തുമ്പോൾ നീ അവിടെ ലുക്ക് കൊടുക്കണം, ഇവിടെ ലുക്ക് കൊടുക്കണം, എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് വലിയ പാടൊന്നും എനിക്ക് ഫീൽ ചെയ്തു. വലിയ പാടൊന്നും തോന്നില്ല. അപ്പൊ അതുപോലെ തന്നെ ശിവാനിയുടെ മേ ബി ഈ ഇത്തരം അതാണ് എസ്.എൻ. സ്വാമി സാറിന്റെ മുൻകാല ചിത്രങ്ങൾ ഒക്കെ കണ്ടുവരുന്ന ഒരു CBI ഡയറിക്കുറിപ്പ്, അത്തരം സിനിമകളെന്നാണ് ശിവാനിയുടെ ഏറ്റവും ചെറിയ പ്രായത്തിൽ കണ്ടുവരാം. അത് എപ്പോഴെങ്കിലും തോന്നിയിരുന്നു ഇതുപോലെ സ്വാമി സാറിന്റെ പടത്തിൽ അഭിനയിക്കാൻ ഒരു ഇത് കിട്ടും എന്നുള്ളത്? ഞാനത് എല്ലാവരോടും എല്ലാ ദിവസവും ഇപ്പൊ ആലോചിക്കുന്ന ഒരു കാര്യം അത് മാത്രമാണ്. കാരണം വെച്ചാല് എനിക്ക് ഇപ്പോൾ K. മധു സർ, S.N. സ്വാമി സർ, ഇവരുടെ ഒരു കൂട്ടായ്മയുണ്ടല്ലോ, അത് ഇവരുടെ ഒരു ടീമിന്റെ പടം ചെയ്യാന്ന് പറഞ്ഞത് ഞാൻ ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം എനിക്ക് ഒരു പറയാനൊരു ലേബൽ ഉണ്ട്. ശിവാനി ഫസ്റ്റ് ഫിലിം അണ്ണൻ തമ്പി അൻവർ റഷീദിന്റെ കൂടെ ഉള്ളൊരു ഇതിലായിരുന്നു. സെക്കൻഡ് ഫിലിം S.N. സ്വാമി സാറ്, K. മധു. അപ്പം മധു സാറിന്റെ എങ്ങനെയായിരുന്നു ഒരു ട്രീറ്റ്മെന്റ്, എങ്ങനെയായിരുന്നു സെറ്റിലെ? എനിക്ക് വന്നിട്ട് അണ്ണൻ തമ്പിയും ഞാൻ ചെയ്ത രണ്ടാമത്തെ പടം ബുള്ളറ്റും അടുത്തടുത്ത സമയങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് ഉണ്ടായിരുന്ന ആ ഒരു പേടിയൊക്കെ അങ്ങ് ബുള്ളറ്റിന്റെ സമയത്ത് അങ്ങ് മാറി. പിന്നെ ഒത്തിരി നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ കെമോ സാറിൻ്റെയും മൂവി ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഞാൻ ഓർക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് സ്വാമി സാർ പറഞ്ഞിട്ട് ഞാൻ കെമോ സാറിനെ കാണാൻ വേണ്ടി പോയപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നു. സാർ എന്നോട് ഇരിക്കാൻ പറഞ്ഞു. സാർ എൻ്റെ മുഖത്തോലും നോക്കുന്നില്ല, സാർ മിണ്ടാതിരുന്നു. എന്നിട്ട് മുഖം വരുത്തിയിട്ട് ചോദിച്ചു, കുടിക്കാൻ എന്താ വേണ്ടത്? സത്യമായിട്ട് തൊണ്ടയൊക്കെ വരണ്ട് ഞാൻ മരിക്കാറായി, കാരണം ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, ഓക്കെ നമസ്കാരം. ഞാൻ എണീറ്റങ്ങ് പോയി. എന്നിട്ട് ഞാൻ സ്വാമി സാറിനെ വിളിച്ചിട്ട് സാർ നടക്കൂല, പടം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, അത് നിനക്ക് എന്താ പറയാ, നിന്റെ തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിനക്ക് പടം കിട്ടും. അല്ലാതെ ഇപ്പോൾ എന്താ പറയാ, അങ്ങനെ ഇപ്പോൾ ഒരാൾ വിചാരിച്ചു എന്ന് കരുതിയിട്ട് ഇപ്പോൾ നീ മോശമാണെന്നോ. ഇപ്പോൾ സാർ എന്താണ് സ്വാമി സാറിനോട് പറഞ്ഞതെന്നൊന്നും എനിക്ക് ഒന്നും അറിയില്ല. എന്നിട്ട് ഞാൻ ലൊക്കേഷനിൽ വന്നപ്പോഴും
സാറ് ഫസ്റ്റ് എന്നോട് പറഞ്ഞു മുടി ഹെയറിൻ്റെ കളറ് ചേഞ്ച് ചെയ്യണം, നാടൻ പെൺകുട്ടിയാണ്, ബ്ലാക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഞാൻ ബ്ലാക്ക് ചെയ്തു. പിറ്റേന്ന് ഞാൻ സെറ്റിൽ ചെന്ന് വന്നു. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഫുഡ് കൊണ്ടുവരുന്നു, വേണ്ട. വെള്ളം കൊണ്ടുവരുന്നു, ഒന്നും വേണ്ട. ഒരു ഷോട്ട് എടുക്കുന്നവരേക്കും ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്നുള്ള ഒരു വ്രതത്തിലായിരുന്നു. പക്ഷേ ഒരു റിഹേഴ്സൽ കഴിഞ്ഞിട്ട് ഞാൻ സാറിനെ ഒന്ന് നോക്കി. സാറിനെ നോക്കിയപ്പോൾ സാർ ഒന്നും പറഞ്ഞില്ല. സാറ് സാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എങ്ങനെ ഉണ്ട് എന്നുള്ളൊരു അഹങ്കാരത്തിലാണോ നോക്കിയത്, അത് എങ്ങനെ ആയിരിക്കും എന്നുള്ളത്? അയ്യോ അല്ലല്ല, ഒരിക്കലും അല്ല. ഞാൻ പേടിച്ചിട്ടാണ് നോക്കിയത്. സാറ് എന്താ പറയാ, അടുത്ത വണ്ടിക്ക് വീട്ടിൽ പൊക്കോളാൻ പറയുമ്പോൾ എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഫുൾ ഷൂട്ടിങ് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ സാറിനോട് ചോദിച്ചു, സാർ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. സാറൊന്നും വേണ്ടിയില്ല. സാറ് പറഞ്ഞു ടൈമിംഗ് ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് മാത്രം പടം ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ സാറ് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. പക്ഷെ പടം അത് ഷൂട്ടിങ്ങിന്റെ അവസാനത്തെ ദിവസം ഞാൻ സാറിനോട് പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ സാർ എന്നോട് പറഞ്ഞു, ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നല്ല പടങ്ങൾ ചൂസ് ചെയ്ത് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുക, ആൾക്കാരുടെ മനസ്സിലിരിക്കുന്ന ക്യാരക്ടേഴ്സ് ചെയ്യുക, അല്ലാതെ വാരി വലിച്ച് ഒത്തിരി പടങ്ങൾ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല, ടാലന്റ് ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. സാർ ഇത് സാർ പറഞ്ഞത് സത്യം തന്നെയാണോ ഇത്? ഓക്കെ. അപ്പോൾ ശിവാനി അഭിനയിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഓൾമോസ്റ്റ് കഥയൊക്കെ ശിവാനിക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് രഹസ്യ പോലീസ് എന്ന്. എന്നിട്ട് ശിവാനി രണ്ടാമത് തിയേറ്ററിൽ പോകുമ്പോഴത്തേക്കും ശിവാനിക്ക് ആ ഒരു സസ്പെൻസ് ശിവാനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, കാരണം ഈ പടത്തിന്റെ ഷൂട്ടിങ്ങിന്റെ അവസാനത്തെ ദിവസമാണ് ഞാൻ തന്നെ അറിയുന്നത് ഇന്ന ആളാണ് കില്ലർ എന്നുള്ളത്. അതുവരയ്ക്കും ഞാൻ മംഗളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഞാൻ എന്താ പറയാ, ഇദ്ദേഹം ആയിരിക്കും, എല്ലാവരെയും ഡൗട്ടോടു കൂടിയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് അവരും അതായത് ഉച്ച തിരിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥ സംഗതി ഷൂട്ട് ചെയ്യുന്നത്. അതുവരയ്ക്കും എന്നെ സംശയിച്ചവരും ഉണ്ട് അതിനകത്ത്. തീർച്ചയായിട്ടും. പിന്നെ വിരസത തോന്നിയെന്ന് ചോദിച്ചാൽ ഞാൻ സാറിന്റെയും പടങ്ങൾ കണ്ടാണ് ഞങ്ങളെല്ലാം വളർന്നത്, എല്ലാവരും വളർന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രത ഇപ്പോഴും, ജാഗ്രത എന്ന് പറഞ്ഞ ആ ഫിലിം ഞാൻ ഇപ്പൊ കാണുമ്പോൾ പോലും അതിന്റെ കണ്ടു തുടങ്ങുമ്പോൾ ഞാൻ അതിന്റെ കില്ലറെ മറന്നു പോകാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സാറ് ഇപ്പൊ സാറായിരുന്നാലും ശരി തന്നെയാണ് ശിവാനി പറയുന്നത് പോലെ തന്നെ ഇത്തരം സസ്പെൻസുകൾ നിലനിൽക്കുന്ന ഒരുപാട് സീനുകൾ ഇതിനകത്തുണ്ട്. ശിവാനിയുടെ ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? എൻ്റെ ഇപ്പോൾ റിലീസാവാനുള്ള ഫിലിം പിരമിഡ് സൈമരയുടെ ആനന്ദം ആരംഭം എന്ന് പറഞ്ഞ പിക്ചറാണ്. അത് അടുത്ത മാസം റിലീസ് ഉണ്ട്. ഓക്കെ. അപ്പം തീർച്ചയായിട്ടും ഇതിന്റെ രഹസ്യ പോലീസ് എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് അതിന്റെ സ്ക്രിപ്റ്റ് എസൻസ് ഓഫ് ദി സാർ ആയിരുന്നാലും അല്ലാതെ ക്യാരക്ടർ ചെയ്ത ശിവാനി ആണെങ്കിലും നമ്മളോട് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് വീണ്ടും സത്യത്തിലേക്കുള്ള ഒരു അന്വേഷണം നിങ്ങളും അതിനെ ഇഷ്ടപ്പെടുന്നു എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടില്ല എന്നുള്ളതല്ല, തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ പോയി കാണണം. അപ്പം അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് തിയേറ്ററിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളാണെങ്കിലും അല്ലെങ്കിൽ പ്രേക്ഷകരുടെ കേട്ട് അത് പലരും പറഞ്ഞുള്ളൂ, മൗത്ത് പബ്ലിസിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്. രഹസ്യ പോലീസ് ഒരു അതിമനോഹരമായ ഒരു ചിത്രമാണെന്നുള്ളതൊക്കെ. 2009 ശ്രേണിയിലെ എസൻസ് ഓഫ് ദി സാർ കെ മധു സാറിന്റെ കൂട്ടുകെട്ടിൽ പേരുന്ന ഒരു സിനിമ കൂടി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും പോയി കാണണം. സാർ രണ്ടുപേർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്.